ഇന്നത്തെ യാത്ര ധനുഷ്കോടിയിലേക്കാണ്. നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം ഒരു 400 കിലോമീറ്റർ അടുപ്പിച്ച് വരും ധനുഷ്കോടിയിലേക്കുള്ള ദൂരം. പോയ റൂട്ട് എന്ന് പറഞ്ഞാൽ ചെങ്കോട്ട, ശങ്കരൻകോവിൽ, കോവിൽപ്പട്ടി, രാമനാഥപുരം വഴിയാണ് പോയത്. നമ്മൾ പോകുന്ന വഴിയിൽ ഇത് സായൻകുടി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ്. ധാരാളം പനകളും വയലുകളും കൊണ്ട് മനോഹരമായൊരു തീരദേശ ഗ്രാമമാണ് ഈ സായൽക്കുടി എന്ന് പറയുന്നത്. നമ്മൾ രാവിലെയാണ് ധനുഷ്കോടിയിലേക്കുള്ള യാത്ര തിരിച്ചത്. രാമേശ്വരത്ത് എത്തിയപ്പോഴേക്കും വൈകുന്നേരമായി. അപ്പം രാമേശ്വരത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ധനുഷ്കോടിയിലേക്ക് പോയത്. രാമനാഥപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റിലൂടെയുള്ള റോഡിലൂടെ പോകുമ്പോഴത്തേക്കും ഇങ്ങനൊരു പള്ളിയിലെത്താം. ഏർവാടി പള്ളിയാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. ധാരാളം വിശ്വാസികളൊക്കെ വരുന്നുണ്ട് ഇവിടെ. രാമനാഥപുരം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ തന്നെ ഒരു ജില്ലയാണ്. നമ്മളിവിടെ നല്ല ഉച്ച സമയത്താണ് എത്തിയത്. ഇവിടെ നിന്ന് ഇനിയും ഒരു 10-20 കിലോമീറ്ററോളം ദൂരമുണ്ട് പാമ്പം പാലത്തേക്ക് എത്തിപ്പെടാനായിട്ട്. കുറച്ച് സമയം ഇവിടെ നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. തിരിച്ച് ആ റോഡിൽ കയറിയിട്ട് രാമേശ്വരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി രാമനാഥപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് വേറെ വലിയ റോഡുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കുറച്ച് ഗ്രാമപ്രദേശത്തിലൂടെ പോയതുകൊണ്ടാണ് ഇത്രയും ശാന്തമായ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ കഴിഞ്ഞത്. ഇപ്പം നമ്മൾ എന്തായാലും പാമ്പൻ പാലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല ബ്ലോക്കാണ്. രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ഈ പാമ്പൻ പാലം. തീവണ്ടി പാലവും അതിന് സമാന്തരമായ റോഡ് പാലവും ഉണ്ടെങ്കിലും തീവണ്ടി പാലത്തെയാണ് പാമ്പൻ പാലം എന്നറിയപ്പെടുന്നത്. ഇത് 2.5 കിലോമീറ്റർ നീളമുണ്ട് ഈ പാമ്പൻ പാലത്തിന്. രാജ്യത്ത് തന്നെ ഏറ്റവും നീളമുള്ള 2ാമത്തെ കടൽപ്പാലമാണിത്. 1ാമത്തേത് മുംബൈയിലെ അടൽ സേതു പാലമാണ്. അത് 2010 പൂർത്തിയായത്. ആക്ച്വലി നമ്മൾ ഈ പാമ്പൻ പാലം 1914 പൂർത്തിയായതാണ്. ശ്രീലങ്കയുമായി കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് പാക്ക് കടലെടുക്കുന്ന കുറുകെ ഇങ്ങനൊരു റെയിൽവേ പാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ചത്. നേരത്തെ പാമ്പൻ പാലം വരുന്നതിന് മുമ്പ് ട്രെയിൻ സർവീസ് മണ്ഡപം എന്ന സ്ഥലം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1914 ഈ പാലം പൂർത്തിയായതിനു ശേഷമാണ് ധനുഷ്കോടി വരെ ട്രെയിൻ സർവീസ് വന്നത്. പിന്നെ 1964 ഉണ്ടായ അതിശക്തമായ കൊടുങ്കാറ്റിൽ ഈ പാമ്പൻ പാലം തകരുകയും അതിലുണ്ടായിരുന്ന ട്രെയിൻ ഒന്നാകെ കടലിൽ മുങ്ങിപ്പോവുകയൊക്കെ ചെയ്തു. പിന്നീട് പാലം പുതുക്കി പണിയുകയാണ് ഉണ്ടായത്. അതിനുശേഷം ട്രെയിൻ സർവീസ് രാമേശ്വരം വരെ മാത്രമായിരുന്നു. ധനുഷ്കോടിയിലേക്ക് ഉള്ള റെയിൽവേ പാളം പൂർണ്ണമായും അന്ന് നശിച്ചു പോയിരുന്നു. ആ ആർച്ച് പോലെ കാണുന്ന ഭാഗം വലിയ കപ്പലുകളൊക്കെ വരുമ്പോഴേക്കും ആ ഭാഗം ഉയരും. കപ്പലുകൾ പാസ് ചെയ്ത് പോയതിന് ശേഷം അത് തിരിച്ച് വീണ്ടും ഇതേപോലെ ക്ലോസ് ചെയ്തിരിക്കും. റെയിൽവേ പാലത്തിന് സമാന്തരമായ 1988 റോഡ് പാലവും പൂർത്തിയായിരുന്നു. ഇതൊക്കെയാണ് പാമ്പൻ പാലത്തിലെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ രാമേശ്വരത്ത് വന്ന് സ്റ്റേ ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോവുകയാണിത്. രാമേശ്വരത്ത് നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് ധനുഷ്കോടിയിലേക്ക്. നമ്മളിപ്പം ഈ റോഡിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള ഈ റോഡിലൂടെ പോകുമ്പോൾ കോദണ്ഡരാമ ക്ഷേത്രം ഉണ്ട്. അപ്പം അങ്ങോട്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. 1964 ഉണ്ടായ ആ ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലമൊക്കെ തകർന്നിരുന്നല്ലോ. അപ്പോൾ അന്ന് ആ സമയത്ത് ഈ ക്ഷേത്രത്തിന് ഒന്നും സംഭവിച്ചിരുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. ധനുഷ്കോടിയിൽ വരുന്നവർ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാം ഈ ഒരു ക്ഷേത്രവും സന്ദർശിക്കാറുണ്ട്. നമ്മളിപ്പോൾ അതിരാവിലെ ആണ് ഈ പോകുന്നത്, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. അതല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ നല്ല തിരക്കാണ്. രാമേശ്വരം നമ്മൾ വൈകുന്നേരം എത്തിയ സമയത്ത് നല്ല ബ്ലോക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് ആ ഭാഗമൊന്നും വീഡിയോ എടുക്കാൻ പോലും സാധിച്ചില്ല. ഇപ്പോൾ നമ്മളിതാണ് ക്ഷേത്ര പരിസരം. ആ കല്ല് കെട്ടി മറിച്ചിരിക്കുന്ന ഭാഗത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു കല്ലുണ്ട്. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കുറച്ച് നേരം നമ്മൾ ഇവിടെയൊക്കെ നിന്ന് കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ ആ ധനുഷ്കോടി റോഡിലേക്കാണ് പോകുന്നത്. ധനുഷ്കോടി റോഡിലൂടെയാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ധനുഷ്കോടി വരെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ
പാമ്പം പാലം തകർന്ന അതേ ചുഴലിക്കാറ്റിൽ നശിച്ചു പോയൊരു പ്രദേശമാണ് ധനുഷ്കോടി. അതിനുശേഷം ഈ സ്ഥലം ജനവാസ യോഗ്യമല്ലെന്ന് കണക്കാക്കിയിട്ട് ഗവൺമെൻറ് ഇവിടെ ഉള്ളവരെയൊക്കെ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കച്ചവടവും മത്സ്യബന്ധനവുമായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്നുമുണ്ട്. അന്നത്തെ ആ കൊടുങ്കാറ്റിൽ തകർന്നു പോയ റെയിൽവേ സ്റ്റേഷൻ്റെയും പോസ്റ്റ് ഓഫീസിൻ്റെയും ചർച്ചിൻ്റെയും ഒക്കെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കാണാൻ സാധിക്കും. ധനുഷ്കോടിയിലേക്ക് കൂടുതൽ ആൾക്കാരും വരുന്നത് സൂര്യോദയവും അസ്തമയവും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ബെറ്റർ ടൈമും അത് തന്നെയാണ്. വൈകുന്നേരം 5 മണി വരെയാണ് ധനുഷ്കോടിയിലേക്കുള്ള പ്രവേശന സമയം. കുറച്ച് വർഷം മുമ്പ് വരെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ഇവിടെ വരെ മാത്രമേ വരാൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇവിടെ നിന്ന് മിനി ബസ്സുകളിലായിരുന്നു അരിച്ചൽമുന എന്ന അവസാന സ്ഥലത്തേക്ക് യാത്രക്കാരെ കൊണ്ടുപോരുന്നത്. എന്നാൽ ഇപ്പോൾ അരിച്ചൽമുന വരെയും നമ്മുടെ സ്വന്തം വാഹനത്തിൽ പോകാൻ കഴിയും. നമ്മളീ പോകുന്ന റോഡിൻ്റെ ഒരു വശം ബംഗാൾ ഉൾക്കടലും മറുവശം ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ഈ 2 സമുദ്രങ്ങളും കൂടിച്ചേർന്ന ഭാഗമാണ് ധനുഷ്കോടി. നമ്മളെ വാഹനത്തിൽ എത്താൻ പറ്റുന്ന ഏറ്റവും അവസാന സ്ഥലമാണ് ഈ കാണുന്നത്. ധാരാളം ആളുകൾ വളരെ ദൂരത്തു നിന്നും ധനുഷ്കോടി കാണാൻ എത്തുന്നുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ 5 മണി വരെ മാത്രമേ ധനുഷ്കോടിയിലേക്ക് പ്രവേശനമുള്ളൂ. പിന്നെ ഉച്ച സമയത്ത് ഒരു കാരണവശാലും വരാതിരിക്കുക. നല്ല വെയിലും ചൂടുമുള്ള പ്രദേശമാണിത്. ഈ കാണുന്നത് അന്നത്തെ ചുഴലിക്കാറ്റിൽ നശിച്ചു പോയ ചർച്ചിൻ്റെ ഭാഗമാണ്. മുമ്പൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ചർച്ചിനകത്ത് ഒക്കെ കയറാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് പുറത്ത് നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ ധനുഷ്കോടിയിലേക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് ധാരാളം ബീച്ചുകളുണ്ട്. ഇതുപോലുള്ള വിശാലമായ ബീച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർ ഇവിടെയും കൂടെ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് ധനുഷ്കോടിയിലെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.